ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സ് ഓറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആയിട്ട് തന്നെ തുടങ്ങാം. അതിനു മുമ്പ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ എനിക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഡാറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റയും കൂടി ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അത് ജസ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല, ഈ ഡാറ്റയും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ന്യൂസ് ഉള്ളത് ഇറാൻ ഹിറ്റ്സ് എ ന്യൂ വാർ റിസംഷൻ വേവ്. അതായത് ഇറാന് വീണ്ടും അറ്റാക്ക് വരുവാണെങ്കിൽ വീണ്ടും ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഒഫീഷ്യൽസ് വാണ്ട് ദാറ്റ് ദ റിന്യൂഡ് അറ്റാക്ക് ഷുഡ് പുഷ് ദ കോൺഫ്ലിക്ട് ബിയോണ്ട് ദ റീജിയൻ. അതായത് ഇനി ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ബിയോണ്ട് ദ റീജിയൻ, ആ ഒരു സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നും അത് മാത്രമല്ല ഇതുവരെ ഇറാൻ അവരുടെ ഫുൾ ആയിട്ടുള്ള മിലിറ്ററി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ട്രംപിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, എന്തെങ്കിലും ഒരു പുതിയ ഒരു അറ്റാക്കിംഗ് സിനാരിയോ വരുവാണെങ്കിൽ അവര് തീർച്ചയായിട്ടും അതിശക്തമായി ഹിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ എടുത്തു കാണിക്കാനുള്ള നമ്മുടെ പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസസ് വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ മാസത്തിൽ മൂന്നാമത്തെ തവണയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാരലിന് $113 to $114 പെർ ബാരൽ ആണ്. $69 ഫെബ്രുവരിയിലായിരുന്നു $69 ഇത്രയുമാണ് കൂടിയിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ എഫക്റ്റ് ആവും. അത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇതനുസരിച്ചായിരിക്കും മാർക്കറ്റിന്റെ കൂടുതൽ മൂവ്മെന്റ്സ് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നിഫ്റ്റി 50 എടുക്കുവാണെങ്കിൽ നിഫ്റ്റി 50യുടെ നമ്മുടെ മെയിൻ വീക്ക്ലി നോക്കാൻ നേരത്ത് നമുക്ക് വരുന്ന മെയിൻ ലെവൽസ് എന്ന് പറയുന്നത് ഇത് ടോപ്പ് ലെവലായിട്ട് വരും. അതായത് 26,400 ഇതായിരിക്കും നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറയുന്നത് 22,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 22,000. അപ്പോ ഈ മാർക്കറ്റ് ഈ ഒരു പ്രത്യേകിച്ച് വീക്ക്ലി അനാലിസിസ് ചെയ്യണവര് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോണിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് വീക്ക്ലി അനാലിസിസ് ചെയ്യണവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പിന്നെയുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴുള്ള ഒരു ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴല്ലേ മെയിൻ റെസിസ്റ്റൻസും സപ്പോർട്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാനുള്ള മെയിൻ റെസിസ്റ്റൻസ് വരാൻ നേരത്ത് ഇവിടെ കൊണ്ടുവരും. അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് വീക്ക്ലി റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ ഇവിടെ കൊണ്ടുവരും. ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് വീക്ക്ലി സപ്പോർട്ട് ആയിട്ടും വരും. കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സോൺ ഞാനിപ്പോ ഈ വരച്ചിട്ടിരിക്കുന്ന ഈ ഒരു സോൺ, ഈ പെർട്ടിക്കുലർ സോൺ എന്ന് പറയുന്നത് കൂടുതലും സൈഡ് ബേസ് മൂവ്മെന്റ് നടത്തിയ സോണാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ആഴ്ച, പ്രത്യേകിച്ച് ലാസ്റ്റ് ഫ്രൈഡേ ഇന്ത്യ വിക്സും കൂടി ഒന്ന് എടുത്ത് കാണിക്കാം. ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. വളരെ ലോലമായ മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നടന്നത്. കൂടുതൽ സൈഡ് ബേസ് നടന്ന ദിവസങ്ങളാണ്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ 17.82 ഒരു 18 ഒക്കെ നിരുന്നത് 17.82 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കാര്യം. പക്ഷേ മാർക്കറ്റിന് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഈ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ 24,500 എന്ന ലെവലാണ് നമുക്കിപ്പോൾ അനലൈസ് ചെയ്യാനുള്ളത്. കാര്യം ഈ 24,500 അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 24,590 ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 24,600 എന്ന് എടുക്കാം. 590 ഉള്ളതുകൊണ്ടാണ് 24,600 എന്ന് എടുക്കാം. ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1. ഇതാണ് ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് ആയി കിട്ടേണ്ടത്. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഉള്ള ഗ്യാപ്പിന് ഇൻട്രാഡേയിൽ വരുന്നതും പിന്നെ അത് മാത്രമല്ല, ഇവിടെ വരുന്ന ഒരു ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻട്രാഡേയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് 23,400 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ സപ്പോർട്ട് ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്, വീക്ക്ലി സപ്പോർട്ട് 23,400 എന്ന വീക്ക്ലി സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ താഴത്തോട്ടുള്ള ഗ്യാപ്പ് ക്ലോസ് ആകാനിടയാവും. അത് മാത്രമല്ല, കൂടുതൽ മാർക്കറ്റ് സെല്ലേഴ്സ് സൈഡിലോട്ട് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, ഇനി എടുത്തു കാണിക്കാനുള്ളത് നമ്മുടെ
ഈ ഒരു ട്രെൻഡാണ് ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. ഒരു സിമെട്രിക്കൽ പാറ്റേണിലാണ് ഞാൻ വരച്ചു കാണിക്കാം. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ സിമെട്രിക്കൽ പാറ്റേണിനെ കുറിച്ച് ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമെട്രിക്കൽ പാറ്റേൺ ഒരു പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പാറ്റേൺ ആണ് സിമെട്രിക്കൽ പാറ്റേൺ. അത് മാത്രമല്ല, നമ്മൾ ഇൻട്രാഡേയിൽ എടുക്കുമ്പോൾ, ഞാനൊന്ന് 1 അവർ ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഇൻട്രാഡേയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ മാർക്കറ്റ് ഇനിയും ട്രേഡ് കണ്ടിന്യൂ ചെയ്യും. ബ്രേക്ക്ഔട്ട് ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു സോണിൽ മാർക്കറ്റ് ഇനിയും ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ആ ഒരു ലെവലിൽ വീക്ക്ലി അനാലിസിസ്, വീക്ക്ലി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധമൊക്കെ ഇത്തിരി സ്ട്രോങ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാവുകയും പിന്നെ മാർക്കറ്റ് കൂടുതൽ താഴോട്ട് പോവുകയും ചെയ്യും. അത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ലെവല് നമുക്കറിയാം. ഞാനത് കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 23,748 എന്ന ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് ഉണ്ടായത്. ബൈസെൽ വാല്യൂ ഫ്രൈഡേ വന്നത് 23,719.30 പ്ലസ് 64 പോയിന്റ്സ് പ്ലസ് 0.27% ആണ് പെർസെന്റേജ് വൈസ് അപ്പ് മൂവ്മെന്റ് വന്നത്. ഞാൻ അന്നേ പറഞ്ഞു, അതായത് ഫ്രൈഡേ അനാലിസിസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊരു കംപ്ലീറ്റ് സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. അത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഓൾറെഡി ഡൗൺഫോൾ വന്നേക്കുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺഫോൾ വന്നേക്കുന്നത് ഏകദേശം 16.35%, 4,314 പോയിന്റ്സ് ആണ് ഡൗൺഫോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് തിരിച്ചു പിടിച്ച് കയറിയത് മാക്സിമം ടോപ്പ് ലെവൽ വരെ പോയത് 11.42% ആണ്. അത് 2,521.40 പോയിന്റ്സ് ആണ് റിക്കവർ ചെയ്തത്. ഏകദേശം പകുതിയോളം റിക്കവർ ചെയ്ത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് വന്ന് പിന്നെ ഒരു ഡൗൺഫോൾ ഏകദേശം ഒരു 200 പോയിന്റ്സോളം ഡൗൺഫോൾ. 200 എന്ന് പറയുന്നത് ഞാൻ പെർസെന്റേജ് വൈസ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് 4.89% ആണ് ഇപ്പോൾ ഡൗൺഫോൾ മൂവ്മെന്റ് വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്തോട്ടെ. അപ്പൊ കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോ ഇത് ഇവിടെ നിന്ന് ഇപ്പോഴത്തെ പൊസിഷൻ, അതായത് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ലെവൽ ഞാൻ വരച്ചിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇനി നമുക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വാറൊക്കെ വന്നാൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ വരും. ഇതെന്ന് പറഞ്ഞാൽ 2400 എന്ന ലെവലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2400 എന്ന ലെവല്, ഈ ലെവലിൽ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എലർട്ട് വേവ് വെച്ച് കാണിക്കാം. അതായത് മാർക്കറ്റ് ആദ്യം ആ 0 പൊസിഷനിൽ നിന്ന് A പൊസിഷൻ വരെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് A പൊസിഷൻ വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ A പൊസിഷനിൽ നിന്ന് B പൊസിഷനിലോട്ട് റീട്രേസ് ചെയ്യുകയും അതിനുശേഷം ഒരു ഫുള്ളി, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂഷ്യലായാലുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നേരെ ഡൗൺഫോൾ ചെയ്തിട്ട് പിന്നെ റീട്രേസ് ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് വരാൻ പോകുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ, വെച്ച് മാറിപ്പോയി. ഓക്കെ, ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ശക്തമാണെങ്കിൽ ഇനിയും പെട്രോൾ പ്രൈസ് കൂടുകയും ഇസ്രായേൽ ഇറാൻ US ആണെങ്കിൽ കൂടി അത് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. ഒരു ഡൗൺഫോൾ ഉണ്ടാവും. കാര്യം ഈ ഒരു മെഷർമെന്റ് എടുത്താണ് പറയുന്നത്. ഇത്രയും തന്നെ ഡൗൺഫോള് ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് വരുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അത് ആ മാർക്കറ്റിന്റെ ന്യൂസും കൂടി അപ്ഡേറ്റ് ചെയ്ത് വേണം ട്രേഡ് ചെയ്യാൻ. ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. വാറിന്റെ സമയത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണം, വാർ ഇല്ലാത്ത സമയത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവര് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്താൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള
ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇനി നോക്കാനുള്ളത്, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ഇതായിട്ട് വരും, അതായത് 24,600, 23,400 ആയിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ലെവൽസ് ബ്രേക്ക് ഔട്ട് ആകുന്ന അനുസരിച്ച് 22,100 വീക്ക്ലി സപ്പോർട്ട് 2, പിന്നെ 2400 വീക്ക്ലി സപ്പോർട്ട് 3 ആയിട്ട് ആക്ട് ചെയ്യും. കൂടുതലും ഒരു ഡൗൺഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീക്ക്ലിയുടെ കാര്യമോ പറയുന്നത്, ഇൻട്രാഡേ മൺഡേയിലത്തെ കാര്യമല്ല. ഇൻട്രാഡേയുടെ കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ പറയുന്നതായിരിക്കും. അപ്പൊ നാളത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ കണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഫ്രൈഡേ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 54,152 നമ്മുടെ മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസിംഗ് നടത്തിയത്. ബൈസെൽ വാല്യൂ വന്നത് 54,055.35 പ്ലസ് 615 പോയിന്റ്സ് അപ്പ് പ്ലസ് 1.15% അപ്പ് മൂവ്മെന്റ്. ബാങ്ക് നിഫ്റ്റി ഫ്രൈഡേ ഒരു നല്ലൊരു പുള്ളപ്പ് മൂവ്മെന്റ് കാണിച്ചു. 615 പോയിന്റ്സ് എന്ന് പറയുന്നത് നല്ല മൂവ്മെന്റ് ആണ്. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ജസ്റ്റ് 1 അവർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. നല്ലൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ കിട്ടിയത്. ഇവിടെ നിന്ന് നല്ലൊരു പുള്ളപ്പ് മൂവ്മെന്റ് നമുക്ക് കിട്ടി, അത് നല്ലൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തന്നെ നല്ലൊരു വലിയ ഗ്രീൻ ക്യാൻഡിലായിട്ടാണ്. ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് തന്നെയാണ്, നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോയത്. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് ലെവൽ, അതായത് 54,100 ആയപ്പോഴേക്കും പിന്നെ സൈഡ് വേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് ഇനി ഇൻട്രാഡേയിലും പിന്നെ വീക്ക്ലിയിലും എങ്ങനെ വരുമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം ഇന്നത്തെ ദിവസം നമ്മൾ വീക്ക്ലി അനാലിസിസ് നോക്കുന്നതുകൊണ്ട് നമുക്ക് വീക്ക്ലിയിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് ആണ്. അതിലോട്ട് കിടക്കാം. അപ്പോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു സോൺ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസോളിഡേഷൻ സോൺ നോക്കേണ്ടി വരും. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് കാണണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് 1 അവർ ചാർട്ട് എടുത്തിട്ട് തിരിച്ച് ഡെയിലി ചാർട്ടിലോട്ട് വരാം. അതായത് ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടന്റ് കൺസോളിഡേഷൻ ഏരിയ ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് കൺസോളിഡേഷൻ ഏരിയ ആയിട്ട് കാണേണ്ടി വരും. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയാൽ, ഇൻട്രാഡേയിൽ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇനിയും നമ്മുടെ മാർക്കറ്റിന്റെ ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ കൺസോളിഡേഷൻ ലെവലിന്റെ കാര്യം പറയുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇൻട്രാഡേ നോക്കുവാണെങ്കിൽ, ഇൻട്രാഡേയില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് കാണും. അതായത് ആദ്യം മാർക്കറ്റ് ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഞാനൊരു പ്രൈസിങ് ചാർട്ട് വെച്ച് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മാർക്കറ്റ് ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയത് ഏകദേശം ഇത്രയും പോയിന്റ്സ് ആണ്. അതായത് ഏകദേശം ഞാൻ നീക്കിക്കോട്ടെ 11,651 പോയിന്റ്സ് ആണ് ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ഒരു അപ്സൈഡിലോട്ട് മൂവ്മെന്റ് നടത്തി. ഇതെന്ന് പറയുന്നത് ഏകദേശം 7,399, നമുക്ക് 7,400 നടക്കാം, അത്രയും അപ്സൈഡ് മൂവ്മെന്റ് നടത്തി. അതിനുശേഷം പിന്നെ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തി. അതാണ് ഇപ്പോൾ 4,630 പോയിന്റ്സ് ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയിട്ട് ഇപ്പൊ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 1,306 എന്ന പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് നല്ലവണ്ണം താഴെ വരെ വന്നതിന് ശേഷം പിന്നെ മുകളിലേക്ക് പിന്നെ താഴേക്ക്, അത് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കണമെങ്കിൽ നമുക്ക് 1 അവർ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാനൊന്ന് മിനിമൈസ് ചെയ്തോട്ടെ ചാർട്ട്, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഇത്രയും പോർഷൻ മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം ആദ്യമേ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അനലൈസിങ് ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ മൂവ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ വീണ്ടും താഴേക്ക് മൂവ് ചെയ്തു, പിന്നെയും മുകളിലേക്ക് മൂവ് ചെയ്തു, എന്നിട്ട്
പിന്നെയും താഴോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം വാറിന്റെ സിറ്റുവേഷൻ ഒക്കെ കൂടിയാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേയിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടാലും നമ്മൾക്ക് കംപ്ലീറ്റ്ലി കൺഫേം ചെയ്യാൻ പറ്റില്ല ഓക്കെ മാർക്കറ്റ് നല്ല പുള്ളപ്പ് തരുന്നു എന്നുള്ളത്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഉണ്ട്. അതായത് നമ്മൾ എടുത്തു പറയുവാനാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ 55,000 എന്ന ലെവല് നമുക്ക് എടുക്കാം. കാര്യം ഞാൻ ഈ വരച്ചേക്കണ പ്രൈസ് ആക്ഷന്റെ ലെവല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ആവറേജ് കൺഫർമേഷൻ ലെവലാണ് ഞാൻ ഈ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ലെവല് 55,000 ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 55,000 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സോൺ ആണ്. കാര്യം ഞാൻ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പൊ തൽക്കാലം ആക്ട് ചെയ്യും. കാര്യം വീക്ക്ലി അനാലിസിസിൽ നോക്കാൻ നേരത്തെ ഇവിടെ ഈ മൊത്തം മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഉണ്ടോ മാർക്കറ്റ് ഫ്രൈഡേ നല്ലോണം മൂവ് ചെയ്തെങ്കിലും 615 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകിയെങ്കിലും മാർക്കറ്റ് ഒരു സെൽ ട്രെൻഡിലാണ് വീക്ക്ലിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 55,000 എന്ന ആവറേജ് സോൺ, കാര്യം ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 54,152 എന്ന ലെവലാണ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡായി ബാങ്ക് നിഫ്റ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. വീക്ക്ലിയിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട താഴത്തെ ലെവൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 52,800 എന്ന ലെവല് തന്നെയാണ്. 52,800 ഇത് ഇമ്പോർട്ടന്റ് ഈ വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ വീക്ക്ലിയില് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ പിന്നെ വരുന്ന ഒരു ഡൗൺവേർഡ് ലെവൽ എന്ന് പറയുന്നത് അത് വാറിന്റെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ലെവലാണ് 49,900. ഇതുവരെ മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വാർ ഒന്നും ഇല്ല, ഒക്കെ ആയിട്ടാണ് മാർക്കറ്റ് പോണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് 55,000 എന്ന മേജർ റെസിസ്റ്റൻസ് വീക്ക്ലിയിൽ ബ്രേക്ക് ഔട്ട് ആണ്. ഇത് കൂടാതെ തന്നെ ട്രെൻഡ് ലൈൻ നോക്കുവാണെങ്കിൽ വീക്ക്ലിയിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ വരച്ചേക്കണം 54,400 എന്ന ലെവല് ഫസ്റ്റ് വീക്ക്ലി റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 54,400 എന്ന ലെവല് നമ്മുടെ ഫസ്റ്റ് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എടുത്ത് കാണിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ കൺഫർമേഷൻ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടി ഞാൻ ഇതൊന്ന് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വേറൊരു കളറിൽ മാർക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ, അതായത് 55,000 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ പിന്നെയുള്ള ചാൻസ് എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടം വരെ പോയിട്ട്, അതായത് ഇവിടം വരെ പോയിട്ട് പിന്നെ താഴോട്ട് റീട്രേസ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അതും 52,800 വീക്ക്ലിയിൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ, വീക്ക്ലിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്ലി അനാലിസിസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെയും ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് മാർക്കറ്റ് എടുക്കുന്നതായിരിക്കും. നല്ല സെല്ലേഴ്സ് സൈഡ് മൂവ്മെന്റ്, അഥവാ വാർ നല്ലോണം ശക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാർ ഒന്നും ഇല്ലെങ്കിൽ സംഭവിക്കാനുള്ള കൂടുതൽ ചാൻസസ് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ 52,800 എന്ന റെസിസ്റ്റൻസിന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയില് നമുക്ക് അറിയാം നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് 25,566 എന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു ലെവലിൽ വന്നാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫ്രൈഡേ ക്ലോസിംഗ് എഴുതാൻ പോണേണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ അനാലിസിസ് ചെയ്ത ആ ലെവലിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു കൺസോളിഡേഷൻ ലെവലാണ് ഈ ഒരു സോണും ഈ ഒരു സോണും. ഓക്കെ, പക്ഷെ ഇവിടെ എടുത്ത് കാണിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു 24,900 എന്ന ലെവൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ താഴത്തോട്ട് ഈ ഒരു മെഷർമെന്റ് ഉള്ള ഗ്യാപ്പ്, അതായത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 184 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് 180 റൗണ്ട് അപ്പ് ആയിട്ട് ഇടാം. 180 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് മാർക്കറ്റ് താഴത്തോട്ട് ഫില്ലാകാൻ തുടങ്ങും.
അത് മാത്രമല്ല നമുക്ക് വീക്ക്ലിയിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ് ഇതും ഒന്നിതും. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡ് ലൈൻ എടുക്കുവാണെങ്കിൽ, നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ട്രെൻഡ് ലൈൻ എടുക്കുവാണെങ്കിൽ, ഞാൻ കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ, നമ്മുടെ ട്രെൻഡ് ലൈൻ വെച്ച് നോക്കുവാണെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വരും. അത് മാത്രമല്ല ഈ ഒരു സോൺ, അതായത് 25,900 എന്ന വീക്ക്ലി റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആകണം. എന്നാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഇൻട്രാഡേയിൽ നോക്കുവാണെങ്കിൽ, ഇൻട്രാഡേയിൽ വരാൻ പോകുന്ന ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 25,500 ആണ്. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസിൽ ബ്രേക്ക് ഔട്ട്, അതാണ് IR1 എന്ന് എഴുതിയേക്കുന്നത്. ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആണ്. എന്നാൽ മാത്രമേ ഇൻട്രാഡേയിൽ ഒരു പുള്ളപ്പ് മൂവ്മെന്റ് കിട്ടുള്ളൂ. പക്ഷെ വീക്ക്ലിയിൽ 25,900 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു പുള്ളപ്പ് മൂവ്മെന്റ് കിട്ടുള്ളൂ. പിന്നെ ഇവിടെയും താഴെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതും ഒരു അസിമെട്രിക്കൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ, അസിമെട്രിക്കൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വശത്തോട്ട് ബ്രേക്ക് ഔട്ട് ആകണം. എന്നാൽ മാത്രമേ ഫിൻ നിഫ്റ്റിയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യാവുന്നതാണ് ഫിൻ നിഫ്റ്റിയിലും. കാര്യം ഇതൊരു അസിമെട്രിക്കൽ പാറ്റേൺ ആയതുകൊണ്ട് ഈ ഒരു സോണിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇൻട്രാഡേയില്. പക്ഷെ വീക്ക്ലിയിൽ പറയുവാണെങ്കിൽ, പിന്നെ വാർ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഈ 180 പോയിന്റ്സ് ഗ്യാപ്പ് വീക്ക്ലിയിൽ താഴത്തോട്ട് ഫില്ലാവുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇൻട്രാഡേ ആണെങ്കിലും വീക്ക്ലിയിലാണെങ്കിലും ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. വീക്ക്ലിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ 180 പോയിന്റ്സ് ക്ലോസ് ചെയ്യാൻ അത്ര വലിയ ദൂരമൊന്നുമില്ല. അതേസമയം ഇൻട്രാഡേയിൽ ഉള്ള കാര്യം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നാളെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ വളരെയധികം ശ്രദ്ധിക്കുക. അതേസമയം എടുത്തു പറയേണ്ട കാര്യം, ഈ വോറൊക്കെ ക്രൂഷ്യലാവുകയാണെങ്കിൽ നേരത്തെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പറഞ്ഞ കാര്യം, അടുത്ത സപ്പോർട്ട് ലെവൽസ്, അതായത് ഇവിടെയോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇന്ന് രാത്രി നാളെ രാവിലത്തേക്കുള്ളിൽ ഒരു ന്യൂസ് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ 23,900 പിന്നെ 23,300 എന്ന ലെവലൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ തൽക്കാലം വാർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് 25,900 ആണ്. വീക്ക്ലിയിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു ലെവൽ, അതായത് 24,900 എന്ന ലെവൽ, അതും കൂടി ഞാൻ മാർക്ക് ചെയ്തേക്കാം. 24,900 എന്ന ഇൻട്രാഡേ സപ്പോർട്ട് 1, ഇൻട്രാഡേയിലും അത് സപ്പോർട്ടാണ്. അത് മാത്രമല്ല വീക്ക്ലിയിലും ഇത് സപ്പോർട്ടാണ്. വീക്ക്ലിയിലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് വരും. ഫസ്റ്റ് സപ്പോർട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സിന്റെ കേസിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ സെൻസെക്സിന്റെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ സെൻസെക്സ് ക്ലോസ് ചെയ്തത് 75,509 എന്ന ലെവലിലാണ് സെൻസെക്സിന്റെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 75,415.35 പ്ലസ് 231.99 പോയിന്റ്സ് അപ്പ് പ്ലസ് 0.13% ആണ് അപ്പ് മൂവ്മെന്റ് വന്നത്. ഇവിടെയും സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ഫോർമേഷൻ കാണാം. പക്ഷെ ഇവിടെ സിമെട്രിക്കൽ ട്രയാങ്കിളിൽ കൂടുതൽ നമുക്ക് കാണാവുന്നത് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. പക്ഷെ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ടെക്നിക്കൽ പ്രകാരം അപ്വേർഡ് മൂവ്മെന്റ് നടക്കുമെങ്കിൽ, ഞാൻ എടുത്തു പറയുന്നു, ടെക്നിക്കൽ പ്രകാരം അപ്വേർഡ് മൂവ്മെന്റ് നടക്കുമെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ മൂവ്മെന്റ് വെച്ച് നോക്കാൻ നേരത്ത്, പിന്നെ വാറിന്റെ സിറ്റുവേഷൻ പ്രഷറും വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് കാണാവുന്നത് ഈ ഒരു ട്രയാങ്കിൾസ്, അതായത് അസെൻഡിങ് ട്രയാങ്കിൾ താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ എടുത്തു പറയാനുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും അതിന്റെ മെയിൻ ലെവൽസും ആണ്. അതിലോട്ട് കിടക്കട്ടെ. ഇവിടെ നമ്മുടെ ഒരു ആവറേജ് മൂവ്മെന്റ് എടുക്കുവാണെങ്കിൽ, ഇവിടെയും നമ്മുടെ നിഫ്റ്റി 50 പോലെ എടുക്കുവാണെങ്കിൽ ഈ ഒരു സോൺ ഒരു ഇമ്പോർട്ടന്റ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സെന്റർ സോൺ ആണ് ഞാൻ മാർക്ക് ചെയ്തത്. വീക്ക്ലിയിൽ ഒരു ഇമ്പോർട്ടന്റ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവല്
ബ്രേക്ക് ഔട്ട് ആയാൽ അതെന്ന് പറയുന്നത് ഏകദേശം 700 എന്ന ലെവല് വരും. 76 കറക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 682 ഉണ്ട്, അതുകൊണ്ടാണ് 700 എന്ന് ഞാൻ പറഞ്ഞത്. 700 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഇത് വീക്ക്ലി റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് 1 ഞാൻ പറയാം. അപ്പോൾ ഈ 700 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏകദേശം 580 പോയിന്റ്സ് ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഫില്ലാകാനും പിന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യാനും ചാൻസ് ആവും. അതിന് 1 അവർ ടൈം ഫ്രെയിമില് ഇൻട്രാഡേയില് 1 അവർ കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഈ 700 കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ മാത്രം മുകളിലോട്ട് ട്രേഡ് എടുത്താൽ മതി. കാര്യം ഒരു ഏകദേശം 580 പോയിന്റ്സ് ആണ്, അച്ചീവബിൾ ആണ് ഇൻട്രാഡേയില്. പക്ഷെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ വരണമെങ്കിൽ അതനുസരിച്ച് ഡിഫർ ചെയ്യും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ നമുക്കറിയാം 75,509 ആണെന്ന്. ഓക്കെ, ഇവിടെയും നമുക്ക് ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഒക്കെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബിഗ് ഗ്യാപ്പ്, ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതും സെൻസെക്സിന്റെ ക്ലോസ് ആയി. അത് നല്ലൊരു കാര്യമാണ്. ഫുള്ളി ക്ലോസ് ആയിട്ടുണ്ട് ഈ ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് എടുക്കാൻ പറ്റുന്നത് 76,500 എന്ന ലെവലാണ്. ഞാൻ പറഞ്ഞു അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ടാണ് 76,100 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവല് 76,500 ആയിട്ട് വരും. ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ നമുക്ക് 76,700 നോക്കാവുന്നതാണ്. അതായിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ്, വീക്ക്ലി റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ആയിട്ട് നോക്കാനുള്ളത് 74,500 ആണ്. ഇത് മെയിൻ സപ്പോർട്ടായിട്ട് വരാനുള്ള കാര്യം നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 74,500 ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ വീക്ക്ലി സപ്പോർട്ട് 2 തവണ മീറ്റ് ചെയ്ത സപ്പോർട്ടും കൂടിയാണ്. ഇവിടെ വെച്ച് ഇതിനെ റെസ്പെക്ട് ചെയ്ത് നോക്കണമെങ്കിൽ 2 തവണ, 2 അല്ല 3 തവണ നമുക്ക് എടുത്തു പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്ത ഒരു പൊസിഷനാണ് 74,500. അതുകൊണ്ട് തന്നെ ഇവിടെ 1 അവറിൽ ഡെയിലിയില് 1 അവർ ക്യാൻഡില് ഫോം ചെയ്യുവാണെങ്കിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ താഴോട്ടുള്ള വീണ്ടും ഒരു ഫോൾ ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വീക്ക്ലി ട്രെൻഡ് നോക്കുവാണെങ്കിൽ, നമ്മുടെ വീക്ക്ലി ട്രെൻഡ് ആണ് ഞാൻ ഈ വരക്കുന്നത്, ഇത് നോക്കുവാണെങ്കിൽ എടുത്തു കാണേണ്ട ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഈ 76,700 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആവണമെന്നുള്ളതാണ് കാര്യം. നമ്മൾ ഒരു മൊത്തം ഇങ്ങനെ നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും ഇതും വീക്ക്ലിയിൽ നോക്കാൻ നേരത്ത് ഒരു സെൽ ട്രെൻഡിൽ തന്നെയാണ് നമ്മുടെ സെൻസെക്സ് നിൽക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേയിലുള്ള അനാലിസിസ് ഒക്കെ വ്യത്യാസമുണ്ട്. അത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ ലോങ് ടൈം ട്രേഡ് ചെയ്യുന്നത്, വീക്ക്ലി അനാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ സെൻസെക്സ് ഇങ്ങനെ വേണം അനലൈസ് ചെയ്യാൻ. കാര്യം എന്താന്ന് വെച്ചാൽ സെൻസെക്സിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് ഇതൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് വാറിന്റെ ന്യൂസ് ഒക്കെ എപ്പോഴും ചാനലുകളിൽ കണ്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് എന്റെ വീഡിയോയിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ എഫക്ട് ചെയ്യുന്ന ന്യൂസസ് ഒക്കെ ഞാൻ എന്റെ ചാനലായ ഫൺസോറയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, പിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ. അറിയാം വീഡിയോ ഇത്തിരി ലെങ്തി ആയിപ്പോയി, പക്ഷേ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും എങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഏകദേശം ഒരു 10% മാത്രമാണ്. പക്ഷെ ഓരോ അനാലിസിസും, ഓരോ ക്യാൻഡിലും, ഓരോ സ്ട്രക്ചറും എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് 887018357772. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി ഓപ്ഷൻസ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വിറ്റി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സ് സ്ട്രക്ചർ തരുന്നതായിരിക്കും. അപ്പം റെക്കോർഡഡും ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ജൂണിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണേൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു
സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ.